അസ്സലാമു വറഹ്മത്തുള്ളാഹി. മോനെ തേന അവിടെ കട്ടെ സ്വർണം അതിന്റെ മുകളിൽ ചോളി ഇതിന്റെ മുകളിൽ ഇതൊന്നും ഇവിടെ നിലക്കുന്ന സാധനമാണ്. മാഷാ അല്ലാഹ്. സ്വർണം ചെയിനും കാണിച്ചു. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാത്ത്. എന്നെ കണ്ടപ്പോൾ നിങ്ങളൊക്കെ എഴുന്നേറ്റുന്നില്ലേ? അല്ലാഹു ആഫിയത്ത് മാറി അല്ലാഹു തരട്ടെ. സങ്കടങ്ങൾ അല്ലാഹു തരാതിരിക്കട്ടെ. ഒരു പ്രയാസം അല്ലാഹു തരാതിരിക്കട്ടെ. മരിക്കണത് വരെ ഈ നിപ്പ് നിൽക്കാനും ഓടിച്ചാടി നടക്കാനും ഒക്കെ അല്ലാഹു ആഫിയത്ത് തരട്ടെ. ഇരിക്കും ഇൻഷാ അല്ലാഹ്. സ്വർണം ഇൻഷാ അല്ലാഹ്. സ്വർണം വർത്തമാനം പറയല്ലേ? സ്വർണ്ണപ്പം കാണിച്ചു തരും കേട്ടോ. എല്ലാവർക്കും കാണിച്ചു തരും. അൽഹംദുലില്ലാഹ്. ഇന്ന് ശനിയാഴ്ച നമുക്ക് ഉച്ചയാകുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം? കല്യാണത്തിൽ തിരക്കാണ്. സ്വർണം ദുആ ചെയ്തതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമ്മള് കാണിച്ച പോലെ അല്ലേ എന്റെ കൂടെ ഒരു 3 ഫാത്തിഹ ഓതണം. 5 സ്വലാത്തിന്റെ കൂടെ ചൊല്ലണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 3 ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ എല്ലാ വിഷമങ്ങളും ഖാലിഖായ പടച്ച റബ്ബ് മാറ്റി തരട്ടെ. ഈ പാവപ്പെട്ടവർക്ക് യതീം മക്കൾക്ക് വാങ്ങിയ ഈ സ്വർണ്ണാഭരണത്തിന്റെ മുന്നിൽ വെച്ചിട്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. റഹ്മത്തിന്റെ മാലാകമാല തിരുനോട്ടമുള്ള മജ്ലിസാക്കട്ടെ. പാവപ്പെട്ട യതീം മക്കളും നാളെ അണിയേണ്ട സ്വർണ്ണമാണ്. ഇത് നാളെ പോലെ അണിയേണ്ട സ്വർണ്ണമാണ്. ഖാലിഖായ പടച്ച റബ്ബേ, ആരൊക്കെയാണോ സഹായിച്ചത്, ആരൊക്കെയാണോ ഇതിനു വേണ്ടി മുൻകൈയെടുത്തത്, ആരൊക്കെയാണോ തരാൻ വേണ്ടി കല്യാണത്തിന് വേണ്ടി കഷ്ടപ്പെട്ടതെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പ്രതിഫലം നൽകണല്ല. സ്വർണം ദുആ കഴിഞ്ഞിട്ട് കാണിച്ചിട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ 3 ഫാത്തിഹ ഓതുകയാണ്. 6 സ്വലാത്ത് നമ്മൾ ചൊല്ലും. എത്രണ്ണം? 6 സ്വലാത്ത്. അത് 1ാമത്തെ സ്വലാത്ത് ഖാലിഖായ പടച്ച റബ്ബ് നമ്മൾക്ക് തന്ന എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. ഇനി ഒരു വിഷമം അല്ലാഹു തരാതിരിക്കട്ടെ. 2ാമതും ഒരു സ്വലാത്ത് ചൊല്ലും. നമ്മള് രോഗം ഒന്നും അല്ലാഹു പരീക്ഷിക്കാതിരിക്കട്ടെ. തന്ന രോഗം അല്ലാഹു ശിഫ നൽകട്ടെ. 3ാമതും ഒരു സ്വലാത്ത് ചൊല്ലും. മാ ബൈന ബൈതി വ മിൻബറി റൗളത്തുൻ മിൻ ദിയാനിൽ ജന്ന. മരിക്കുന്നതിന്റെ മുമ്പ് ഒരു തവണയെങ്കിലും റസൂലുള്ളാഹിന്റെ പച്ചക്കുബ്ബ കാണാൻ ഖാലിഖായ പടച്ച റബ്ബ് നമുക്ക് ഭാഗ്യം തരട്ടെ. 4ാമത് നമ്മൾ ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. ഇവിടെ വന്നൊരു പ്രയാസങ്ങളുള്ള പെട്ടെന്നുള്ള മാറ്റി കൊടുക്കട്ടെ. 5ാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. നൂറെ ഹബീബിന്റെ മജ്ലിസ് അല്ലാഹു ഖിയാമത്ത് നാളെ അല്ലാഹു നിലനിർത്തി തരട്ടെ. 6ാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. പാവപ്പെട്ട യതീം മക്കൾക്ക് ഈ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ 1 രൂപ തന്നവരുണ്ട്. പഠിച്ചവനെ, ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ തന്നവരുണ്ട്. അൽഹംദുലില്ലാഹ്. ഈ തന്നവർക്ക് വേണ്ടി നമ്മൾ ദ്വാരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ 6 സ്വലാത്ത് നമ്മൾ ചൊല്ലുകയാണ്. അല്ലാഹുവേ, നീ സ്വലാത്ത് സ്വീകരിക്കണമല്ലാഹ്. إلى حضرة نبينا وحبيبنا المصطفى ومربنا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة الروح أبو بكر الصديق وعمر الفاروق وعثمان وعلي رضي الله تعالى عنه. وإلى حضرة حمزة القرار. وإلى حضرة سعد بن معاذ. وإلى حضرة خالد بن وليد. وإلى حضرة الكرمي. وإلى حضرة فاطمة الزهراء وخديجة الكبرى وعائشة الطهرى وأمهات المؤمنين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى ربي سيد أحمد جلال الدين البخاري കാട്ടിച്ചെറുപ്പാപ്പ وإلى ربي കാഞ്ഞിരമറ്റം ഫരീദ് വലിയുള്ളാഹ് وإلى ربي വരാബത്തു പാപ്പ وإلى ربي ഫാത്തിമ ബീവി وإلى ربي മറുസൈദാത്ത് കോയ തങ്ങളുപ്പാപ്പ وإلى മറുസൈദ് മുത്തുകോയ തങ്ങളുപ്പാപ്പ وإلى ربي പിയമസപ്പോ കോയ തങ്ങളുപ്പാപ്പ وإلى ربي ബാലബ സയ്യിദ് അറ്റബീവി وإلى ربي സയ്യിദ് കുഞ്ഞി ബീവി مرحبا مرحبا الله لأولياءك مرحبا. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അല്ലാഹുവേ നീ സ്വീകരിക്കണല്ലോ, കബൂലാക്കണല്ലോ. എന്നാൽ അല്ലാഹുവേ സ്വർണ്ണാഭരണങ്ങൾ ഒരുപാട് യതീമക്കൾ അണിയേണ്ടവരാണ്, ഒരുപാട് പാവപ്പെട്ടവർ അണിയേണ്ടവരാണ്. അല്ലാഹുവേ യതീമക്കളെ സഹായിക്കുന്നവരെ, പാവപ്പെട്ടവരെ സഹായിക്കുന്നവരെ നീ സഹായിക്കണല്ലോ. അല്ലാഹുവേ യതീമക്കളെ ബറക്കത്ത് നൽകണല്ലോ. നാളെ നമ്മളെ പൊന്നാര മക്കൾ അണിയേണ്ട സ്വർണമാണ്. നാളെ റഹ്മത്തിന്റെ മാലാകമാര് പറഞ്ഞിരുന്നോ ആ സ്വർണാഭരണം സഹായിച്ചവർക്ക് 19 മക്കളാണ്. റബ്ബേ ഖൈറ് നൽകണല്ലോ. ആ യതീമക്കൾക്കുള്ള സ്വർണാഭരണം സാക്ഷിയാക്കി കൊണ്ടാണ് ദുആ ചെയ്യുന്നത്. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدر مقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدر مقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدر مقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره مقداره العظيم. الله الله الله. ആറാമത്തെ സ്വലാത്ത് ഞങ്ങൾ ചൊല്ലുകയാണ്. ആറാമത്തെ സ്വലാത്ത് ഞങ്ങൾ ചൊല്ലുന്നത് ഈ പാവപ്പെട്ട യതീമക്കൾക്ക് സ്വർണ്ണാഭരണം ഞങ്ങളെ സഹായിച്ചവർക്ക് വേണ്ടിയാണ്. അല്ലാഹുവേ നാളെ ഒരുപാട് കുഞ്ഞു പെങ്ങന്മാര് സ്വർണ്ണാഭരണം അണിയും. അല്ലാഹുവയുടെ ബറക്കത്ത് ഞങ്ങൾക്ക് നൽകണമല്ലോ. ആരൊക്കെ മദ്രസയിലേക്ക് സഹായിച്ചിട്ടുണ്ടോ, യതീമക്കളെ സഹായിച്ചിട്ടുണ്ടോ, പാവപ്പെട്ടവരെ സഹായിച്ചിട്ടുണ്ടോ? 5 വർഷം മുമ്പ് തുടങ്ങിയതാണ് ഈ മജ്‌ലിസ്. 72 മക്കളെ നമ്മൾ കെട്ടിച്ചു. ഇതും പാടാകുമ്പോ 90 ചില്ലാനമാകും. അല്ലാ അല്ലാ അല്ലാ. അന്ന് മുതൽ ഈ സമയം വരെ ഞങ്ങളെ സഹായിച്ചവർക്ക് ഒരുപാട് സമ്പത്ത് നൽകണമല്ലോ. ഒരാളെ മുന്നിൽ ചെന്നിട്ട് ഞങ്ങളെ മക്കളെ കിട്ടിക്ക
ഒരാളെ മുന്നിലും ഞങ്ങൾക്ക് വീട് വെക്കാനും മരുന്ന് വാങ്ങാനും ഒരാളെ മുന്നിൽ ചെന്ന് യാചിക്കേണ്ട ഒരു അവസ്ഥ തരാതിരിക്കട്ടെ. അല്ലാഹുവേ اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره الذي ഒരു സലാത്തും കൂടെ നമ്മൾ ചൊല്ലുകയാണ്. ഒരുപാട് പേര് യൂട്യൂബിലൂടെ കാണുന്നുണ്ട്, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്, നമ്മളെ ഓതുമ്പോ അവർ ഓതുന്നുണ്ട്, ആമീൻ പറയുന്നുണ്ട്. യൂട്യൂബിലൂടെ കാണുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണല്ലോ. അതിനുവേണ്ടി ഒരു ഫാത്തിഹ ഒരു സ്വലാത്ത് ചൊല്ലിയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൽ ഫാത്തിഹ ലിമാ ഉഗ്ലിഖ വൽ ഖാതിമ ലിമാ സബഖ والهادي إلى صراطك المستقيم وعلى آله حق قدره مقداره العظيم. അല്ലാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ സ്വർണ്ണാഭരണം തന്നല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് യതീം മക്കളും പാവപ്പെട്ടവരൊക്കെ നാളെ സ്വപ്നം കാണുകയാണ്. വിവാഹം എന്ന സ്വപ്നം, നാളെ മക്കളെ ആ സന്തോഷം, നാളെ അവരെ അണിയുമ്പോൾ അവർക്ക് കിട്ടുന്ന സന്തോഷം, നാളെ അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുനോട്ടുണ്ടാവും. ചോദില്ലേ ഇത്ര പാവങ്ങള് ഒരു ഗതിയില്ലാത്തവർ ഇതൊക്കെ ആ പൊന്നു മക്കൾ അണിയുമ്പോ നൂറെ ഹബീബിന്റെ മുത്തുമണികളെ നിങ്ങളെപ്പോലെ ഭാഗ്യം ചെയ്ത ഒരാളും അവരുണ്ടാവില്ല. നിങ്ങളെപ്പോലെ ഭാഗ്യം ചെയ്ത ഒരാളും എത്ര മക്കളെ നമ്മൾ കെട്ടിച്ചു. ആ മക്കളൊക്കെ ഇപ്പൊ സന്തോഷത്തോടെ സ്വർണ്ണം അണിഞ്ഞ് ഭർത്താക്കന്മാരെ കൂടെ മക്കളുമായി ജീവിക്കുന്നുണ്ട്. 72 മക്കളെ കെട്ടിച്ചു. എത്ര മക്കൾക്ക് വീട് വെച്ചു കൊടുത്തു. 10-15 ലക്ഷം ചെലവഴിച്ച് 17ഓളം വീട് നിർമ്മിച്ചു. വെയിൽ കൊള്ളാതെ മഴ കൊള്ളാതെ ഇത്ര മക്കള് ജീവിക്കുന്നുണ്ട്. 100 ചില്ലാനം പാവപ്പെട്ട യതീം മക്കളെ നമ്മൾ ഏറ്റെടുത്തു. ഒരുപാട് വിധവകള് തന്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു വിധവയും ഒരു യതീമും നമ്മളെടുത്ത് നമ്മൾ നോക്കുന്ന മക്കൾ എത്ര സന്തോഷത്തോടെ ജീവിക്കുന്നത്. അല്ലാഹു ഖൈറിലാക്കട്ടെ, സന്തോഷം അല്ലാഹു നൽകട്ടെ. ചെറുപ്രായത്തിൽ നമ്മളെ മക്കൾ അല്ലാഹു യതീമാക്കാതിരിക്കട്ടെ. ഒരാളെ മുന്നിൽ ചെന്ന് യാചിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് തരാതിരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് തന്നവർക്കൊക്കെ അല്ലാഹു അർഹമായ പ്രതിഫലം അല്ലാഹു നൽകട്ടെ. الحمد لله رب العالمين أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافي مزيدا. اللهم اوصلنا بلغ مثل ثواب ما قرئناه وما صليناه وما سلمناه هذه هدية واصلة ورحمة نازلة بركة شاملة وقبولة ومرضية منا إلى حضرة سيدنا وشفيعنا وآخر أيدينا وثمرة فؤادنا مصطفى محمد صلى الله عليه وسلم. اللهم اعطه الوسيلة والفضيلة والدرجة الرفيعة بعثه مقام محمود الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. أرحم الراحمين ربي ഞങ്ങൾ ഓതിയത് നീ സ്വീകരിക്കണല്ലോ, ഞങ്ങളെ ചൊല്ലിയത് നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പാവപ്പെട്ട യതീം മക്കൾക്ക് വാങ്ങിയ സ്വർണ്ണാഭരണം സാക്ഷിയാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ദുആ ചെയ്യുന്നത്. ആ പൊന്നു മക്കൾക്ക് വാങ്ങിയ സ്വർണ്ണാഭരണത്തിന്റെ മുന്നിൽ വെച്ചാണ് ദുആക്കുന്നത്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹ്, ഞങ്ങളെ സഹായിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്. ആ പാവപ്പെട്ട യതീം മക്കൾക്ക് വേണ്ടി സഹായിച്ചവരുണ്ട്. അവരെ നീ സഹായിക്കണേ അല്ലാഹ്. അവരെ മുറാദ് ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്, സംഭാവന തന്നവരുണ്ട്, യതീം മക്കൾക്ക് വേണ്ടി സ്വർണ്ണാഭരണം തന്നവരുണ്ട്, പൈസ തന്നവരുണ്ട്. റബ്ബേ, ആരൊക്കെ സഹായിച്ചവർക്ക് സ്വർഗം നൽകണേ അല്ലാഹ്, ഖൈറ് നൽകണേ അല്ലാഹ്, ബറക്കത്ത് നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ മക്കൾ നീ കൊടുക്കണം അല്ലാഹ്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണേ അല്ലാഹ്. ഒരുപാട് പേര് രോഗികളാണ്,
അവരെ രോഗങ്ങളെ ശിഫയാക്കണമല്ലോ. അല്ലാ ഞങ്ങളെ മക്കളെ നന്നാക്കണമല്ലോ. ഞങ്ങളെ ഭർത്താക്കന്മാർ നന്നാക്കണല്ലോ. ഞങ്ങളെ മരുമക്കളെ നന്നാക്കണല്ലോ. ഞങ്ങളെ പേരമക്കളെ നന്നാക്കണമല്ലോ. ഞങ്ങൾക്ക് നീ ഖൈർ നൽകണേ അല്ലാ. അല്ലാഹുവേ സമാധാനവും സന്തോഷവും നൽകണേ അല്ലാ. ഈ യതീമക്കള് സ്വർണ്ണാഭരണം അണിയുമ്പോ റബ്ബേ ഞങ്ങൾക്കും ആ സന്തോഷം നൽകണം അല്ലാ. യതീമക്കളെ സഹായിച്ചവരെ നീ സഹായിക്കണമല്ലോ. പാവപ്പെട്ടവരെ സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാ. അല്ലാഹുവേ ധാരാളം സമ്പത്ത് നൽകണമല്ലോ. ധാരാളം സമ്പത്ത് നൽകണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ നീ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണം അല്ലാ. അല്ലാഹുവേ എല്ലാ ബലാലും മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെ കാക്കണമല്ലാ. അല്ലാഹുവേ ബലാലും മുസീബത്തുകളെ തൊട്ട് കാക്കണമല്ലാ. അല്ലാഹുവേ നീ ബറക്കത്ത് നൽകണം അല്ലാ. അല്ലാഹുവേ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണമല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണമല്ലാ. ഒരുപാട് പേര് രോഗികളാണ്. രോഗം ശിഫയാക്കണമല്ലാ. ഞങ്ങളെ കടങ്ങളെ വീട്ടിക്കൊണ്ടല്ലോ. കടക്കാരനായി ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാ. സന്തോഷം നൽകണമല്ലോ. സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ ഒരുപാട് പേര് പ്രവാസികളാണല്ലോ. ആ പ്രവാസികൾക്ക് ഖൈർ നൽകണമല്ലോ. ബറക്കത്ത് നൽകണമല്ലോ. ഞങ്ങളെ സദസ്സിൽ വന്നവർക്ക് സമാധാനം നൽകണമല്ലോ. അല്ലാഹുവേ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണമല്ലോ. നീ ഖബൂലാക്കണമല്ലോ. അല്ലാഹുവേ നീ യതീമക്കളെ സഹായിക്കാനുള്ള സമ്പത്ത് ഞങ്ങൾക്ക് നൽകണമല്ലോ. മനസ്സ് ഞങ്ങൾക്ക് നൽകണമല്ലോ. എല്ലാ ബലാലും മുസീബത്തുകളെ തൊട്ട് കാക്കണമല്ലോ. ഇസ്സത്ത് നൽകണമല്ലോ. ബറക്കത്ത് നൽകണമല്ലോ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين بفضلك. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد. اللهم صل على محمد يا رب صل عليه وسلم. الله قبول ആക്കട്ടെ. ഇതാണ് 19 എന്നല്ലേ? 1 2 2 4 6 8 10 12 14 16 17 18 19. മാഷാ അല്ലാഹ്. അപ്പൊ നാളെ സ്വർണം കണ്ടോ? പൊക്കി കാണിച്ചു തരണോ സ്വർണം? നൂറേ ഹബീബിനെ കാക്കണേ അല്ലാഹ്. റസൂലുള്ളാഹിന്റെ മദദ് നൽകല്ലാഹ്. മടവൂർ ശൈഖുനയുടെ കാവലേകല്ലാഹ്. നൂറേ ഹബീബിനെ കാക്കണേ അല്ലാഹ്. ഒരു ഉമ്മ വന്നിട്ട് പറയാണ്, എന്റെ കുഞ്ഞുമോൾക്ക് 24 വയസ്സാണ്. എന്റെ മോൾക്ക് 24 വയസ്സാണ്. എന്റെ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട്. എനിക്ക് 3 പെൺമക്കളാണ്. തങ്ങളെ. എനിക്ക് 3 പെൺമക്കളാണ്. ഒരു ഗതിയില്ല. ഞാന് എന്റെ കുട്ടിനെ കെട്ടിക്കാൻ വേണ്ടി ഒരാളത്ത് പോയി. ഒരു മുതലാളിനോട് ഞാൻ പറഞ്ഞു, എന്റെ കുട്ടിക്ക് 24 വയസ്സായി, എന്റെ മക്കളെ കെട്ടിക്കാൻ ഒരു ഗതിയിലെത്തില്ല. അപ്പൊ ആ മുതലാളി പറയാണ്, എന്റെ മകളെ കെട്ടിക്കാൻ ഞാൻ സഹായിക്കട്ടെ, എന്റെ കൂടെ വന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ തരല്ല റബ്ബേ. ഇജ്ജത്ത് പണയം വെക്കേണ്ട ഒരു അവസ്ഥ വരുത്തല്ല റബ്ബേ. അങ്ങനെ നേരെ വന്നത് ഈ മുറ്റത്താ. എന്നോട് പറയാ, ഒരു കമ്മൽ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ കുട്ടിനെ കെട്ടിക്കുമായിരുന്നു. അൽഹംദുലില്ലാഹ്. നാളെ ഈ സ്വർണ്ണാഭരണം നമ്മളെ മക്കളണിയും. നാളെ ഈ സ്വർണ്ണാഭരണം അല്ലാഹുവേ ഒത്തിരി സന്തോഷം ഉണ്ടാവില്ലേ? അല്ലാഹു ബറക്കത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു നൂറേ ഹബീബിന് അല്ലാഹു മരിക്കലിന് അല്ലാഹു റസൂലുള്ളാഹിനെ കാവൽ അല്ലാഹു തരട്ടെ. ഇത് നമ്മളെ വിജയാണ് കേട്ടോ. അല്ലാഹു നിങ്ങൾക്ക് എല്ലാവരും സന്തോഷം. അതൊക്കെ കണ്ടില്ലേ? എന്റേതല്ലേ, എനിക്ക് റബ്ബ് ഇതൊക്കെ നിങ്ങളെ കൊണ്ട് കിട്ടിയ മുതലാണ്. നാളെ നിങ്ങളൊക്കെ ഖബറിൽ കിടക്കുമ്പോ
നിങ്ങളെ സ്വീകരിക്കാൻ റഹ്മത്തിന്റെ മാലാകമാർ തയ്യാറായിട്ടുണ്ടാവും. ഇത്ര യത്തീം മക്കളാ. ഏകിക്കൊണ്ടത്താരം എത്തിക്കുന്നവർക്കല്ല വർഷിക്കോ സായം. മുത്തുറസൂലിന്റെ മൊഴികളറിഞ്ഞുള്ള മുത്തക്കിങ്ങൾക്കാണ് സ്വർഗത്തിലെത്താൻ. നോക്കുക നിങ്ങൾ. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. നാളെ പൊന്നു മക്കള് 19 മക്കൾ ഇൻഷാ അല്ലാഹ് നാളെ സ്വർണ്ണാഭരണി. ഇനി നമുക്ക് മക്കളെ കെട്ടിക്കാനുള്ള ഭാഗ്യം സമ്പത്തൊക്കെ അല്ലാഹു തരട്ടെ കേട്ടോ. നീ ആരും സ്വർണ്ണ പൈസ കൊടുന്നില്ലല്ലോ, തരാൻ കൊടുക്കുന്നുണ്ടോ? സ്വർണം കൊടുന്നിട്ട് സ്വർണ്ണത് എത്തിയ മക്കൾക്ക് അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ഇതെന്താ ചേച്ചി? കല്യാണത്തിനല്ലേ? വേറൊന്നും പറയല്ലോ അല്ലേ? ഇതിനായിട്ട് വന്നതാ. ഇതില്ല, എങ്ങനെ വേണ്ട? സ്വർണം തരാളോ? ഇതെന്താണ്? ഫതിലുണ്ടോ? മകനക്ക് പണി ഉണ്ടായിരുന്നില്ല, പണി കിട്ടി. അൽഹംദുലില്ലാഹ്. ഒരു സ്വർണ്ണാഭരണം എത്തിയ മക്കൾക്കും പാവങ്ങൾക്കും അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ഇനിയുണ്ടോ? സ്വർണ്ണം ഉണ്ടോ? ഇനി 72 മക്കളെ കെട്ടിച്ചതും ഇങ്ങനെ കിട്ടിയിട്ടോ. ഒരാളും നിന്നിച്ചത് യാചിച്ചിട്ടില്ല. ഇവിടെ വന്നിട്ട് ഓൾക്ക് ഖൈർ കിട്ടിയത് കൊണ്ട് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇതെന്താ ഉമ്മ? ഇത് ഫതിലുണ്ടോ? എന്താ ഫതില്? എന്ത്? എത്ര കൊല്ലത്തിന് ശേഷം? മകൾക്ക് കുട്ടികളായില്ലേ? മകൻക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതിന് നിയത്ത് വെച്ചതാണല്ലേ? മക്കൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല, ഗർഭിണിയാണ്, ഒരു മോതിരം. ഓ ഫാത്തിഹ ഇല്ലല്ലോ, പൈസ പറഞ്ഞിട്ടോ. അല്ലാഹു തന്നവർക്ക് അർഹമായ ഫضل അല്ലാഹു കൊടുക്കട്ടെ. തന്നവർക്ക് വേണ്ടി നാളെ ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന നമ്മളെ അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു ഫാത്തിഹ ഓതാൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അല്ലാഹുവേ നീ സ്വീകരിക്കണമേ. അല്ലാഹ് ഈ മജ്ലിസിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ സഹായിച്ചിട്ടുണ്ട്. വെറുതെയാക്കില്ല റബ്ബേ, സന്തോഷം നൽകണേ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോ ഞാൻ സ്വർണ്ണം കാണണം. ഇനി കാണണ്ടല്ലോ, കണ്ടില്ല എല്ലാരും? ഇനി രാത്രി രാത്രി അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സംസമിന്റെ ചരിത്രത്തിലുണ്ട് ഹാജറ, സഫാ മർവാക്കിടയിലും ബീവി ഹാജറ. ഇതൊക്കെ കാണുമ്പോ എങ്ങനെ ആൾക്കാർ